പരിശീലകൻ ശ്രീ പി ബാലചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീ പി ബാലചന്ദ്രൻ, അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ നമുക്ക് നമ്മുടെ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം അത് പൂവണിയുകയാണ്. കൊച്ചിയിൽ അങ്ങനെ ഒരു പുതിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നു. വേൾഡ് കപ്പ് മത്സരങ്ങൾ അടക്കം നടത്താൻ പാകത്തിനൊരു സ്റ്റേഡിയം വരികയാണ്. എന്താണ് താങ്കൾക്ക് ഈ ഒരു വേളയിൽ അതീവ സന്തോഷവാനല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് കളിയുടെ വളർച്ചയ്ക്കും അതുപോലെ കളിയുടെ നടത്തിപ്പിനൊക്കെ വലിയൊരു ഊർജമാണ് നൽകുക എന്നുള്ളതിന് സംശയമില്ല. കാരണം പലതവണയായിട്ട് പല സ്ഥലങ്ങളിൽ പോയി കുറേ അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒരു സ്ഥിരമായ അറേഞ്ച്മെന്റ് ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ക്രിക്കറ്റിന്റെ സംഘാടകർ, കേരള ക്രിക്കറ്റിന്റെ. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു സ്ഥിരം വേദി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല നല്ല മത്സരങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ അനുബന്ധ സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്നതോടെ കളിയുടെ മുന്നോട്ടുള്ള ഒരു വളർച്ച വളരെ കാര്യമായിട്ട് സംഭവിക്കും. അതും ഒരു സെന്റർ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാ ആളുകൾക്കും എത്തിപ്പെടാനുള്ള സൗകര്യവും എല്ലാം ഉള്ള ഒരു വെന്യൂ ആയിട്ട് ഇത് മാറും എന്നുള്ളത് സംശയമില്ല. ശ്രീ ബാലേന്ദ്രൻ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമുക്ക് 2017 ശേഷം കലൂർ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കുന്നില്ല. നല്ല ഒന്നാം തരം ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു അത്. ഇപ്പോൾ മത്സരങ്ങളെല്ലാം നടക്കുന്നത് കാര്യവട്ടത്താണ്. പക്ഷേ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ദൂരത്തുള്ള, അതായത് കാസർഗോഡ് അടക്കമുള്ള വടക്കൻ മേഖലയിലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി കാര്യവട്ട സ്റ്റേഡിയത്തിൽ ആളുകൾ കുറവായിരുന്നു. കൊച്ചിയിൽ നടന്ന മത്സരങ്ങളിലൊക്കെ നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയം നമ്മൾ കണ്ട ഒരു പരിധി വരെ ഇതൊരു കാരണമാണ്. കാരണം ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇനി പങ്കാളിത്തം കൂടാനും കാണികളുടെ പങ്കാളിത്തം കൂടാനും ഒക്കെ ഇത് കാരണമാകും. അതോടൊപ്പം തന്നെ ഇനി ഈ പല ദിക്കുകളിലായി കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ ആയി പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ താൽക്കാലിക ഏർപ്പാടായിരുന്നുകൊണ്ട് ഇതൊരു സ്ഥിരം സംവിധാനം വരുന്നതോടെ എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ BCCIക്കും കൂടുതൽ ധൈര്യത്തോടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. ഒപ്പം തന്നെ കൂടുതൽ മത്സരങ്ങൾ കാരണം KCAക്ക് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം ഇല്ലാത്ത കാരണം ഒരുപാട് മത്സരങ്ങൾ നമുക്ക് നഷ്ടമായ സാഹചര്യങ്ങളുണ്ട്. IPL ഉൾപ്പെടെ, കാരണം IPL ചില മത്സരങ്ങൾ രാജസ്ഥാനിൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഗുവാഹത്തിയിലും മറ്റുമൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ IPL മുൻപ് കേരള ടസ്കേഴ്സിനെ നമ്മൾ നടത്തിയ ഒരു ടീം നാടുകൂടി ആയതിനാൽ കൂടുതൽ മത്സരങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത്, IPL അടക്കമുള്ള മത്സരങ്ങൾ ഇങ്ങോട്ട് എത്തുന്നതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് താങ്കൾ കാണുന്നത്? നിസ്സംശയം പറയാം, ഒരു സ്വന്തം സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം BCCI മത്സരങ്ങൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ താൽക്കാലികമായ ഏർപ്പാടാണെങ്കിൽ വളരെ റിലക്റ്റന്റ് ആയിട്ടാണ് അവര് മത്സരങ്ങൾ ഓഫർ ചെയ്യാറ്. മാത്രമല്ല KCAക്ക് ആണെങ്കിലും മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ഇത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് BCCIക്ക് കൊടുക്കാൻ തന്നെ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പൊ അതൊന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു സംവിധാനം വരികയാണെന്നുണ്ടെങ്കിൽ മികച്ച മത്സരങ്ങൾ വരും. താങ്കൾ സൂചിപ്പിച്ച പോലെ IPL അടക്കമുള്ള മത്സരങ്ങൾ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എയർപോർട്ടിനോടുള്ള പ്രോക്സിമിറ്റിയും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പ്ലേയേഴ്സിന് വന്നാൽ തന്നെ അധികം ട്രാവൽ ചെയ്യാതെ തന്നെ വെന്യൂവിലേക്ക് എത്താം. അതുപോലെ തന്നെ കാണികൾക്ക് വന്നു പോകാനുള്ള വലിയ സൗകര്യമുള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ കണ്ടുവച്ചിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ പി ബാലേന്ദ്രൻ. ഇപ്പോൾ പരിശീലകൻ